നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. കയർ മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരം തേടി CPI രംഗത്ത്. ഉപരോധ സമരം AITC ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. വേനൽ മഴയിൽ സ്വപ്നങ്ങൾ ബാക്കിയായി കർഷകർ. മഴയിൽ കൃഷിനാശം ഏറെ. പോലീസ് മാതൃക വീണ്ടും. സ്ത്രീകൾ പീഡനം നേരിടുന്ന ഈ കാലത്തും വനിതാ ദിനാചരണവുമായി കൈനടി പോലീസ്. വാർത്തകൾ വിശദമായി. കയർ മേഖലയിലെ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിച്ചു. ഉപരോധ സമരം AITC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയുടെ അതിർത്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓതി പ്രദേശത്ത് മുഴുവൻ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ബോർഡുകളാണ്. കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ. മുഖ്യമന്ത്രിയുടെ പടമാണ്. ആ ഫോട്ടോ കയറിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല വിശേഷമെന്നോ ആണെന്നറിയാൻ എന്റെ താല്പര്യം കൊണ്ട് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി നോക്കി. എന്താണ് നിറയെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ ഇങ്ങനെ കൂറ്റൻ ബോർഡുകൾ. അപ്പൊ കയറിന്റെ ഉത്സവമാണ്. കോന്നിയിൽ ഉത്സവം നടക്കുകയാണ്. തൊഴിലാളി പട്ടിണി കിടക്കുക. തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. സംരക്ഷിക്കാനാളില്ല. കയറിന് പണം കിട്ടുന്നില്ല. തൊഴിലെടുത്തതിന്റെ കൂലി കിട്ടുന്നില്ല. സംഘങ്ങളൊക്കെ പെരുവഴിയിൽ. കോർപ്പറേഷൻ അനാഥം. എല്ലാം അനാഥമായി ഈ മേഖല തകർന്നു കിടക്കുമ്പോ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും കയർ ഉത്സവം ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ ഉപരോധ സമരം ആരംഭിച്ചു. കളക്ടറേറ്റിന്റെ ഇരു ഗേറ്റുകളും പ്രവർത്തകർ ഉപരോധിച്ചതുമൂലം 1 മണി വരെ കളക്ടറേറ്റിലെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. തൊഴിലാളികളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും എങ്ങനെ തകർക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്ന് KP രാജേന്ദ്രൻ ആരോപിച്ചു. കേരളത്തിലെ തൊഴിൽ വകുപ്പ് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദേശ യാത്ര നടത്തിയിരിക്കുന്നത് തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അന്തർദേശീയ യാത്ര നടത്തിയാൽ തൊഴിലാളികളെ രക്ഷിക്കാനാവില്ല. കയർ തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ സർക്കാർ ഉത്സവം നടത്തുകയാണെന്നും KP രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P തിലോത്തമൻ MLA അധ്യക്ഷത വഹിച്ചു. P പുരുഷോത്തമൻ, P ജ്യോതിസ്, G കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് V മോഹൻദാസ്, അഡ്വക്കേറ്റ് MK ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. KCV ന്യൂസ് ആലപ്പുഴ. വേനൽ മഴയിൽ കുതിർന്ന് പുഞ്ചക്കൊയ്ത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 1000-ഓളം ഹെക്ടറിലെ നെൽകൃഷി നശിച്ചു. കനത്ത വേനൽ മഴയെ തുടർന്ന് വിളവെടുപ്പിന് പാകമായ നെൽച്ചെടികൾ പാടശേഖരങ്ങളിൽ വീണടിഞ്ഞിരിക്കുകയാണ്. മഴ പെയ്തതുമൂലം പാടശേഖരങ്ങളിൽ വെള്ളം തങ്ങി നിൽക്കുകയാണ്. വെള്ളം വറ്റിക്കാനുള്ള ശ്രമങ്ങൾ കർഷകർ നടത്തുമ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടങ്ങൽ കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. കൊയ്ത്ത് നടക്കുന്ന പാടശേഖരങ്ങളിലെ നെല്ല് പുറംബണ്ടുകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ നനഞ്ഞ നെല്ല് സംഭരിക്കുമ്പോൾ സപ്ലൈകോ ക്രമാതീതമായി തൂക്കം കുറയ്ക്കുന്നതായും കർഷകർ പരാതി ഉന്നയിക്കുന്നു. വേനൽ മഴ തുടർന്നാൽ കുട്ടനാട്ടിലെ പുഞ്ചക്കൊയ്ത്ത് വിളവെടുപ്പ് പ്രതിസന്ധിയിലാകും. മഴ തുടർച്ചയായി പെയ്താൽ 1 ഏക്കർ നിലത്തെ വിളവെടുക്കണമെങ്കിൽ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വേണ്ടിവരും. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പമ്പാ നദിയിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. പാടശേഖരങ്ങളിലെ പുറംബണ്ടിലൂടെ ഉറവ കയറി വീണടിഞ്ഞ നെല്ലിന്റെ മുകളിൽ വെള്ളം തങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ. തുടർച്ചയായി ഉണ്ടാകുന്ന മഴയും കാറ്റും കുട്ടനാട്ടിലെ നെല്ല് സംഭരണവും വിളവെടുപ്പിനെയും ബാധിച്ചിരിക്കുകയാണ്. 42,000 ക്വിന്റൽ നെല്ല് മാത്രമാണ് ഇതുവരെ സംഭരിക്കാൻ സാധിച്ചത്. കേരള പോലീസ് നടത്തുന്ന സ്ത്രീ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കൈനടി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. കൈനടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളെപ്പറ്റി അഡ്വക്കേറ്റ് അനിൽകുമാർ ക്ലാസ് എടുത്തു. വലിയ സൗഹൃദത്തിന്റെ വലിയ ഭൂമികകൾ നമുക്ക് സംഭാവന ചെയ്യുകയാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഒരു 10 വർഷത്തിന് മുമ്പ് നമുക്ക് സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. അപ്പൊ അത്തരമൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ആ ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ പരമാവധി നമ്മുടെ സമൂഹത്തിന് അനുഗുണമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ വളരെ വലിയ കടമ.
പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞാൽ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് കുറവുണ്ടാകുമെന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു. സോഫിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സബ് ഇൻസ്പെക്ടർ കെ.ഒ. തോമസ്, ജോൺ ബി ജോസഫ്, ഈപ്പൻ ജോസഫ്, പ്രദീപ് ചന്ദ്രൻ, ശ്യാം പ്രസാദ്, സുരേഷ് തുടങ്ങിയവർ. മിത്രക്കരി ഈസ്റ്റ് LP സ്കൂളിൽ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ RO പ്ലാന്റിന്റെയും ജൈവ നെൽകൃഷിയുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാകരി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളുടെ എല്ലാം വലിയ ആവേശകരമായ ഇടപെടലോടുകൂടി ജൈവ കൃഷിയിൽ വലിയ മാതൃക തീർത്തിരിക്കുകയാണ് കുട്ടനാട്ടിൽ. അല്ലെ, 1 ഏക്കർ വരുന്ന നിലം. അല്ലെ, എനിക്കൊരു ഇരട്ടി സന്തോഷമുണ്ട്. ഞാൻ തന്നെയാണ് ഇവരോടൊപ്പം വന്ന് വിതയ്ക്കാൻ വന്നത്. ഇപ്പോൾ കൊയ്യാനും എന്നെ വിളിച്ചു ടീച്ചറൊക്കെ കൂടി. വലിയ സന്തോഷമുണ്ട്. പ്രസിഡന്റ് എത്ര ദിവസമായി പറയുന്നറിയോ, നമുക്ക് കൊയ്യണം, സമയമായിട്ടുണ്ട്, ഇനി അധികം സമയം നീണ്ടുപോകരുതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ വന്ന് ഞങ്ങൾ രണ്ടുകൂടി ഒരു ഡേറ്റ് ഇടുകയായിരുന്നു. കുറച്ച് വൈകി 3:30 കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട സമയം. പക്ഷെ ഈ ആവേശകരമായ നിമിഷം ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയമായിട്ട് എനിക്ക് തോന്നുന്നു. ചിത്തിരക്കായലിൽ കൊയ്തലി എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ചിത്തിരക്കായലിൽ 3.5 കോടി മുടക്കിയിട്ട് 200 ഏക്കർ കൃഷി ചെയ്ത്. നിങ്ങൾ ആ കണക്കൊന്നും കൂടിക്കും. 3.5 കോടി 200 ഏക്കർ. ഇവിടെ വെറുതെ അല്ലേ, വെറുതെ വിതച്ചു. ചെറിയ ഇവിടെ നല്ല ബണ്ടൊന്നുമില്ല. നിങ്ങൾ വിതച്ച് 1 ഏക്കറിൽ ഈ കുരുന്നുകള് കൃഷിക്ക് പുതിയ പാഠം അറിഞ്ഞുകൊണ്ട് മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് തിരികെ തരും എന്നുള്ള വലിയ സന്ദേശം ഈ കുഞ്ഞുങ്ങൾക്ക് അനുഭവത്തിലൂടെയാണ് ടീച്ചറും സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരും ചേർന്ന് ചെയ്തിരിക്കുന്നത്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല രാജു അധ്യക്ഷത വഹിച്ചു. MD സുശീല, റെജിമോൾ പുരുഷോത്തമൻ, മേരിയമ്മ ബാബു, ബോബൻ ജോസ്, ശ്രീകുമാര പണിക്കർ, റീമ ആനന്ദ്, ശശികുമാർ ജി വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. മിത്രക്കരി ഈസ്റ്റ് LP സ്കൂളിലെ കുട്ടികൾ കുന്നത്തുപറമ്പ് പാടശേഖരത്തെ 50 സെന്റ് സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും മുട്ടാർ കൃഷിഭവന്റെയും സഹകരണത്തോടെ സാങ്കേതിക വിദ്യാരീതിയിലുള്ള ജൈവകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു നിന്നിട്ടും അനക്കമില്ലാതെ അധികൃതർ. കാവാലം ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ 40 വീട്ടിൽ ഗോപാലന്റെ പുരയിടത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റാണ് ഒടിഞ്ഞു തുടങ്ങിയ നിലയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞത്. ഏത് നിമിഷവും വീടിന് മുകളിൽ പതിക്കാവുന്ന നിലയിലാണ് വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. പമ്പാ നദിക്ക് കുറുകെ ലിസ്യു ഭാഗത്തേക്കുള്ള 11 kV ലൈൻ വലിച്ചിരിക്കുന്ന വൈദ്യുതി പോസ്റ്റാണിത്. പോസ്റ്റ് തകർന്ന വിവരം ജനപ്രതിനിധികളും നാട്ടുകാരും KSEB അധികൃതരെ പലതവണ അറിയിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 14-ാമത്തെ കാറ്റും കൊള്ളും അതിശക്തമായ അടവിക്കും ഈ പോസ്റ്റ് മറിഞ്ഞു വീണപ്പോഴാണ് ഞങ്ങളെല്ലാം ഇറങ്ങിക്കൂടുന്നത്. 95 വയസ്സുള്ള അമ്മ, 65 വയസ്സുള്ള ഞാൻ, 60 വയസ്സുള്ള ഭാര്യ, ഞങ്ങൾ 3 അംഗം കഴിയുന്ന കുടുംബമായത്. ഞങ്ങൾ പേടിച്ചിറങ്ങി ഓടുമായിരുന്നു. അന്നേരം തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിച്ച് ഇന്നലെ രാത്രി വിളിച്ച് ഇതേ സമയം വരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് എത്തി നോക്കുന്നില്ല. ഞങ്ങൾ പിന്നെന്ത് ചെയ്യണം? വീട് നശിക്കും. 40 കൊല്ലമായ പഴയ പോസ്റ്റായി കിടക്കുന്നത്. അത് ഞാൻ മുൻകാലത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് കണക്ഷനിൽ കിടക്കുന്നതാണ്, ഇത് മാറണമെന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പം മാറാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴനുഭവം ഇത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇനി ഇതിന്റെ വലുത് വന്നാൽ എന്ത് ചെയ്യുന്നുള്ള ഭീഷണിയിലായിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ്. കേന്ദ്ര സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഡൽഹി പോലീസ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കണം, കർഷകർക്ക് വിരുദ്ധമായ ആ ഭൂമി ഏറ്റെടുക്കൽ നിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അമരീന്ദർ സിംഗ് രാജാബാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പാർലമെന്റിലേക്ക് 10,000-ഓളം വരുന്ന യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ മാർച്ച് സംഘടിപ്പിച്ചത്. എന്നാൽ ആ മാർച്ചിന് നേരെ നരേന്ദ്രമോദിയുടെ രാജ്നാഥ് സിംഗ് നേതൃത്വം കൊടുക്കുന്ന ഡൽഹി പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കമുള്ളവർ 100 കണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരും ഗുരുതരമായ പരിക്കുകളേറ്റ് ഇന്ന് ആശുപത്രിയിൽ കഴിയുകയാണ്. കൂടാതെ ഈ പ്രവർത്തകർക്കെതിരെ അത്യന്തം കോടതി കേസുകളും ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഈ ഭൂമി ഏറ്റെടുക്കൽ നയത്തിനെതിരെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാം. ബെൻസൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജോർജ് മാത്യു പഞ്ഞിമരം, ജോസഫ് ചേക്കോടൻ, ജോഷി കൊല്ലാറ, KB രഘു, അമ്പിളി ജോസ്, രാജേഷ് ശശിധരൻ, R മഹേഷ് കുമാർ, നോബിൻ B ജോൺ തുടങ്ങിയവർ സംസാരിച്ചു.
കുട്ടനാടിൽ വേനൽ മഴ മൂലം കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കാവാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PN വിജയകുമാർ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി പമ്പാ നദിയിലെ ജലനിരപ്പ് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടുന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, ESI, PF ആനുകൂല്യങ്ങൾ അനുവദിക്കുക, ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് HR പമ്പ് ഓപ്പറേറ്റേഴ്സ് കോൺഗ്രസ് നേതൃത്വത്തിൽ ആലപ്പുഴ വാട്ടർ അതോറിറ്റി ഓഫീസ് പടിക്കൽ പിക്കറ്റിംഗ് സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ജംഗ്ഷന് സമീപത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. പിക്കറ്റിംഗ് സമരം കേരള HR പമ്പ് ഓപ്പറേറ്റേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് A. റഹീംകുട്ടി ഉദ്ഘാടനം ചെയ്തു. അവരെ തൊഴിൽ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് HR പമ്പ് ഓപ്പറേറ്റർമാർ എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയേറെ അവഗണന നേരിടുന്ന മറ്റൊരു വിഭാഗം ജീവനക്കാർ ഈ സംസ്ഥാനത്ത് വേറെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയില്ല. അത്രത്തോളം അവഗണനയും അതോടൊപ്പം തന്നെ ചൂഷണത്തിനും വിധേയമാകുന്ന ഈ HR പമ്പ് ഓപ്പറേറ്റർമാർ ഇന്ന് സംഘടിതരായി അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാനും പോരാട്ടം നടത്തുവാനും മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് രാജ്യത്തും ഒട്ടേറെ വിഭാഗം തൊഴിലാളികളും ജീവനക്കാരും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ജില്ലാ പ്രസിഡന്റ് KG കുമാരപിള്ള അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ, മുഹമ്മദ് കുഞ്ഞ്, റജി, ഹരി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട്ടിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ ഡോക്ടർമാരെ സ്ഥലം മാറ്റരുതെന്ന് കുട്ടനാട് MLA തോമസ് ചാണ്ടി. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് MLA ഇക്കാര്യം ഉന്നയിച്ചത്. ആലപ്പുഴയിൽ ഒരു DMO ആലപ്പുഴ ജില്ലയിൽ എവിടെ ഡോക്ടർമാരില്ലെങ്കിലും കുട്ടനാട്ടിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഡെപ്യൂട്ടേഷനിൽ ഡോക്ടർമാരെ വിടുന്ന സ്ഥലത്ത് വലിയ സങ്കടകരമായ കാര്യമാണ്. കാരണം വർക്കിംഗ് അറേഞ്ച്മെന്റ് വിട്ടാൽ അവിടെ പിന്നീട് നിയമിക്കാൻ പറ്റത്തില്ല. സാർ, കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന മറ്റ് ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ഒരു പ്രദേശമാണ്. ഞങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊന്നും കുട്ടനാട്ടിലില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അവർക്കൊരു നിർദ്ദേശം കൊടുക്കണം. കുട്ടനാട്ടിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഡെപ്യൂട്ടേഷനിൽ നിന്നും ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്ന നടപടി ഒന്ന് സ്വീകരിക്കും. സാർ, ഈ ഡോക്ടർമാരുടെ ഇപ്പോൾ ജില്ലയ്ക്കകത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഈ
ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉള്ള ചില അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നതാണ് വർക്കിംഗ് അറേഞ്ച്മെന്റ്. അല്ലാതെ വർക്കിംഗ് അറേഞ്ച്മെന്റുകൾ മുഴുവൻ മറ്റൊരു സ്റ്റാഫിനെയൊക്കെ നിരോധിച്ചിരിക്കുക. അപ്പൊ ഇത് പരിശോധിക്കും, തീർച്ചയായിട്ടും പരിശോധിക്കാം. അവിടെ എന്താണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് പരിശോധിച്ച് നിയമിക്കുന്നതിലേക്ക് വേണ്ട നടപടി സ്വീകരിക്കാം. എവിടെ ഡോക്ടർമാർ ഇല്ലാതെ വന്നാലും അവിടേക്ക് കുട്ടനാട്ടിലെ ഡോക്ടർമാരെയാണ് നിയമിക്കുന്നത്. വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ ഡെപ്യൂട്ടേഷനിലാണ് നിയമനം. കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഏക ആശ്രയം ഗവൺമെന്റ് ആശുപത്രികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരെ സ്ഥലം മാറ്റരുതെന്നും തോമസ് ചാണ്ടി MLA ആവശ്യപ്പെട്ടു. സർക്കാർ മദ്യവിൽപ്പനശാലകൾ ഘട്ടം ഘട്ടമായി പൂട്ടാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബീവറേജസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിവയിലെ ജീവനക്കാർ ചൊവ്വാഴ്ച പണിമുടക്കി. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യവുമായി സർക്കാർ ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് INTUC, CITU അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. സംസ്ഥാനത്തെ 292 ബെവ്കോ വിൽപ്പനശാലകളും 40 കൺസ്യൂമർ ഫെഡ് വിൽപ്പനശാലകളും സമരത്തിന്റെ ഭാഗമായി അടഞ്ഞുകിടന്നു. തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ കുറ്റിപ്പടി മുതൽ രാമച്ചേരി വരെയുള്ള റോഡിന്റെ നിർമ്മാണം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. റോഡിന്റെ ആദ്യ 79 മീറ്ററിന്റെ നിർമ്മാണമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. റോഡ് നിർമ്മാണത്തിനായി 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 32 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റോഡ് നിർമ്മാണം. 7 ദിവസത്തിനകം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പഞ്ചായത്തിൽ 11ാം വാർഡിലെ വാഴക്കുഴലി പാടത്തിന്റെ പുറംബണ്ട് നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള വർക്കാണിത്. ഈ നമ്മുടെ 2-3 വീട്ടുകാർക്ക് വഴി ഇല്ലാതെ ഒത്തിരി വർഷങ്ങളായിട്ടൊരു ബുദ്ധിമുട്ടുമാണ്. അവർക്ക് വഴിയും കൂടെ ആകും. അങ്ങനെ ഈ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപയുടെ വർക്കാണ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോസഫ് ചെറിയാൻ അനുസ്മരണവും വ്യക്തിത്വ വികസന ക്ലാസും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി വാണി ഹോട്ടലിൽ നടന്ന സമ്മേളനം പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 9 ക്രിസ്ത്യാനികൾ, 5 മുസ്ലിങ്ങൾ. ഒരു സ്ഥലത്തും ആരും ചോദിച്ചാൽ എന്തിന് ഹൈന്ദവനെ സഹായിക്കണം, അല്ലെങ്കിൽ എന്തൊരു ക്രിസ്ത്യാനിയെ സഹായിക്കണം, എന്തൊരു മുസൽമാനെ സഹായിക്കണം. ജനം നല്ലതാണ്, സമൂഹം നല്ലതാണ്, പക്ഷേ നേതൃത്വം കൊടുക്കുന്നവരെയാണ് ജനം ചോദ്യം ചെയ്യുക. മാതൃകകൾ കാട്ടുവാൻ പറ്റുക. കുടുംബനാഥനാണെങ്കിൽ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൻ മാതൃകയാവണം. രാഷ്ട്രീയക്കാരാണെങ്കിൽ മാതൃകയാണ് നോക്കുന്നത്. ആരാണ് നമുക്ക് മാതൃക കൊടുക്കുവാനുള്ളത്? സത്യസന്ധമായി ഇടപെടാൻ പറ്റുമോ? അതാണ് ആളുകൾ നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സുതാര്യമായി സത്യസന്ധമായി സമർപ്പണ ബോധത്തോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെയൊക്കെ നമുക്ക് ഒന്നിച്ചു നിന്നാൽ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. മേഖലാ പ്രസിഡന്റ് ജോമോൻ VM അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടോമി പാറപ്പുറം, റോജൻ ജോസഫ്, റെന്നി ജോസഫ്, മുജീബ് വാരിശ്ശേരി, സൈമൺ ജോൺ, ദൃശ്യ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ആനപ്രമ്പാൽ സൌത്ത് UP സ്കൂളിലെ വാർഷിക ആഘോഷം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മാത്യൂസ് മാർ തെവാനിയോസ് മെത്രോപൊളിത്ത ഉദ്ഘാടനം ചെയ്തു. ഗീവർഗീസ് വർക്കി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാൻസി മാത്യു, ലേഖ ജോർജ്, AP ജോസ്, ഉമ്മൻ ബേബി, സോണിയ സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉയരുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രചോദനങ്ങളും ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ, ജോർജ് സാറന്മാര്, മറിയാമ്മ ടീച്ചർ, തുടർന്ന് പൂർവ്വ അധ്യാപകരെ ആദരിക്കലും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. രാമങ്കിരി പഞ്ചായത്തിൽ BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മുഴുവൻ കുടുംബാംഗങ്ങളും 2014 ജൂണിന് മുൻപായി ആധാർ കാർഡ് എടുത്തിട്ടുള്ളതുമായ കുടുംബങ്ങളിലെ കുടുംബനാഥന് 150 രൂപ നിരക്കിൽ രാമങ്കിരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. വാർഡ് 1 മുതൽ 5 വരെ 20-ാം തീയതിയും, വാർഡ് 6 മുതൽ 9 വരെ 21-ാം തീയതിയും, വാർഡ് 10 മുതൽ 13 വരെ 23-നും രാവിലെ 10:30 മുതൽ 3 മണി വരെ വിതരണം ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. ഇനി ചരമവാർത്തകൾ. കായൽപ്പുറം വാളംപറമ്പിൽ അന്നമ്മ മാത്തൻ നിര്യാതയായി 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയർ മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരം തേടി CPI രംഗത്ത്. ഉപരോധ സമരം AITUC ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു.
വേനൽ മഴയിൽ സ്വപ്നങ്ങൾ ബാക്കിയായി കർഷകർ. മഴയിൽ കൃഷിനാശം ഏറെ. പോലീസ് മാതൃക വീണ്ടും. സ്ത്രീകൾ പീഡനം നേരിടുന്ന ഈ കാലത്തും വനിതാ ദിനാചരണവുമായി കൈനടി പോലീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.